പൊന്നോ, എത്ര ദിവസമായെന്നറിയാമോ ഈ വീഡിയോ എൻ്റെ ഗാലറി കിടന്നിട്ട് തുളുമ്പുകയാണ് ഗൈസ്. ഒന്ന് പോസ്റ്റ് ചെയ്തിനെ. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യില്ല. എന്താ എൻ്റെ മൈൻഡ് ഇങ്ങനെയാണെന്നറിയില്ല. ഇപ്പം വളരെ മടി പിടിച്ചൊരു മൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷമെങ്കിലും നല്ലതാവണം കുട്ടി എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ മസ്കറ്റിൽ വന്നിട്ട് ഏകദേശം 3 മാസത്തോളം അടുപ്പിച്ചായിട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് 3 മാസത്തിൻ്റെ പഴക്കമുണ്ടെന്ന് അർത്ഥം. ഈ വീഡിയോ എടുക്കുമ്പോൾ വലിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ ഇടണം, അങ്ങനെ ഇടണം, എൻ്റെ ഫസ്റ്റ് തുടക്കം എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് തുടക്കം പോയിട്ട് ലാസ്റ്റ് തുടക്കം പോലും ആവാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഇത് പഴകിപ്പോയി ഗൈസ്. വളരെ ലേറ്റായി. ഞാനിതിപ്പോൾ നാട്ടിൽ വന്നാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നേ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വേറെ ഒന്നിനെയും കുറിച്ചല്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മസ്കറ്റിൽ വന്ന ശേഷം ഒരു പുതിയ വീട് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് കുറച്ച് അല്ലറ ചില്ലറ വർക്കുകളാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് റെൻറ്റ് വീട്ടിൽ പോയാൽ എന്തൊക്കെയാ അവസ്ഥ. നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പുതിയ വീട്ടിൽ പോകുന്ന പോലെ തന്നെ റെന്റഡ് വീട്. സത്യം പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ ചേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ, പാത്രങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി എടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ കിച്ചൺ ഏരിയ ആണ്. അപ്പോൾ കിച്ചൺ ഏരിയ ആണെങ്കിൽ വളരെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം നമ്മളൊന്ന് അടിച്ച് പറക്കി തൂത്ത് ക്ലീൻ ആക്കി ഒന്ന് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേട്ടൻ കൊണ്ട് വെച്ചായിരുന്നു, ഫ്രിഡ്ജ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒന്നുമേ ഇല്ല. എങ്ങനെയാണ് നമുക്കൊരു റെന്റ് ഹൗസ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുതിയത് ഓരോന്നും ഉറുമ്പ് ശേഖരിക്കും പോലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ശേഖരിച്ച് വരണം. അപ്പോൾ ചേട്ടൻ താമസിച്ചിരുന്നത് ഇവിടെ ജോലിക്ക് കമ്പനിയിലായിരുന്നു. അവിടെ സെൽഫ് കുക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മളൊക്കെ വന്നുകൊണ്ട് ഇനി അത് പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ഫ്ലാറ്റ് എടുത്ത് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പഴയ പാത്രങ്ങൾ കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്കില്ല കേട്ടോ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സാധനങ്ങളില്ല. അപ്പോൾ ഇനി അതെല്ലാം സെറ്റാക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനും ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ, ഹോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേട്ടൻ പറയാ പെട്ടെന്ന് തീർത്തിട്ട് വന്നാൽ അടുത്ത പണി തരാം. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ പയ്യെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. പയ്യെ ചെയ്താൽ നമുക്ക് പയ്യെ കുറച്ച് ജോലി കിട്ടും. അപ്പോൾ മൊത്തം ചേട്ടൻ തീർക്കും. എങ്ങനെയുണ്ട്? മടിയാണെങ്കിൽ അങ്ങ് മടിച്ചാണ്. ഇത് നിങ്ങൾ കാണുന്നത് ചേട്ടൻ ടേബിൾ ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ മേളിൽ കയറുമ്പോൾ എല്ലാം ഇളക്കിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. സത്യം പറഞ്ഞാൽ പാവം കേട്ടോ, രാത്രി വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആൾക്ക് രാവിലെ പോയാൽ രാത്രി 9 മണിക്കാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ഒന്നാമതേ ടയേർഡ്. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്നേ ഫ്രൈഡേ മാത്രമേ ഫ്രീ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഫ്രൈഡേ എങ്കിലും ഇവിടെ കയറണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് പറ്റത്തുള്ളൂ ക്ലീനിങ്. അപ്പോൾ ആൾ ടയേർഡാണ്, ആളും എല്ലാം ചെയ്യുന്നുണ്ട്. ഋതു അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് വൃത്തിയാക്കി തരുന്നുണ്ട്. അവൾ ഒരു സഞ്ചിയായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലായിടത്തും ടീപ്പോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബെഡ് വാങ്ങാനുണ്ട് കേട്ടോ. ഒരു റൂമിൽ ബെഡില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അത് രണ്ടാമത്തെ റൂമിലും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ അറേഞ്ച്മെൻറ്റ് മാറ്റങ്ങളൊക്കെ പിന്നെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രത്തോളം വേസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇനി കളയണം. ഇത് കളഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇനി തിരിച്ചു പോകാൻ ചേച്ചിയുടെ വീട്ടിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.